സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. കരാറുകാരുടെ സമരം കാരണം ഗോഡൌണുകളിൽ നിന്നുള്ള ചരക്ക് നീക്കം നിലച്ചു. പല റേഷൻ കടകളിലും ഏതാനും ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് സ്റ്റോക്കുള്ളത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വിവരങ്ങൾ. രോഹിണി, കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക 100 കോടിയിലധികമായതോടെയാണ് കരാറുകാരുടെ സംഘടന ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 1-നാണ് അവർ സമരം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വാതിൽപ്പടി വിതരണം ഏകദേശം നിലച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ 952 റേഷൻ കടകളിൽ ഏതാനും ദിവസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ട ധാന്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ് ബന്ധപ്പെട്ടവരുമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മലബാറിലും സമാനമായ, അതായത് മലബാറിലെ മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അരി, ഗോതമ്പ്, ആട്ട എന്നിവയുടെ വിതരണം പൂർണ്ണമായ തോതിൽ നിലച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ലോറി തൊഴിലാളികളുടെ കൂലി, ലോറി വാടക, തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം എന്നിവ കരാറുകാർ നൽകേണ്ടതുണ്ട്. പക്ഷേ കരാറുകാർക്ക് ഇവ നൽകുവാനുള്ള തുക ഇതുവരെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയും സമീപിച്ചെങ്കിലും അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ നയം സംസ്ഥാന സർക്കാർ തുടരുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ കരാറുകാരും വാതിൽപ്പണ്ടി വിതരണക്കാരും ഒക്കെ തന്നെയും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം അടക്കം അവർ ഭക്ഷ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. എന്നാൽ തുക പാസാക്കാൻ എന്ന് ഇവർ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ തുക വിതരണക്കാർക്ക് കൃത്യസമയത്ത് ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സർക്കാർ ഇത്തരത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ കരാറുകാരുടെ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം 100 കോടിയിലധികം മൊത്തമായ ഒരു തുക കണക്കാക്കുകയാണെങ്കിൽ 90 കോടിയിലധികം രൂപയാണ് ഇവർക്ക് നിലവിൽ ലഭ്യമാവാനുള്ളത്. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.